CPM-ന്റെ ജില്ലാ സെക്രട്ടറി കൂടിയായിട്ടുള്ള വി ജോയി കൂടി നമുക്കിപ്പോൾ ചേരുന്നുണ്ട്. വലിയ തരത്തിലുള്ള ജനങ്ങളുടെ പ്രാതിനിധ്യം തിരുവനന്തപുരം ജില്ലയിലേക്കും നവകേരള സദസ്സ് കടക്കുമ്പോൾ ആദ്യ പ്രഭാത യോഗത്തിൽ തന്നെ ഉണ്ടാകുന്നു. കോൺഗ്രസിൻ്റെ DCC അംഗമാണ് പങ്കെടുക്കുന്നത്. ഒപ്പം തന്നെ KMCCയുടെ ഒരു ഭാരവാഹി പങ്കെടുക്കുന്നത്. അദ്ദേഹം ലീഗിൻ്റെ സംസ്ഥാന കൗൺസിൽ അംഗം കൂടിയാണ്. അങ്ങനെ ഈ ജനങ്ങളുടെ ഈ പിന്തുണയെ എങ്ങനെയാണ് ഈ തിരുവനന്തപുരം തലസ്ഥാന ജില്ലയിലേക്ക് കയറുമ്പോൾ നവകേരള സദസ്സ് കയറുമ്പോൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഇതിൽ പൊതുവെ നമ്മൾ കാണേണ്ടത് രാഷ്ട്രീയമല്ല. ഏതൊരു ഗവൺമെൻറ്റും ചെയ്യുന്ന നല്ല പ്രവർത്തനങ്ങളെ ജനങ്ങൾ അംഗീകരിക്കും. ഇവിടെ ഗവൺമെൻറ്, മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാരെല്ലാം കഴിഞ്ഞ ഏതാണ്ട് ഒരു മാസത്തിലധികമായിട്ട് ജനങ്ങളുമായിട്ട് നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം കേരളത്തിൻ്റെ ജനസംഖ്യയുടെ പകുതിയിലധികം ആളുകളെ ഈ 140 നിയമസഭാ മണ്ഡലങ്ങളിലൂടെ മന്ത്രിമാരും മുഖ്യമന്ത്രിയും സംവേദിക്കുകയാണ്. അപ്പോൾ അതിൽ സ്വാഭാവികമായി നാടിൻ്റെ വികസനം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന പൊതുപ്രവർത്തകർ, അവർക്ക് യഥാർത്ഥത്തിൽ അവരുടെ ഒരു അവസരം ഈ ബഹിഷ്കരണത്തിലൂടെ നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ അത് സ്വാഭാവികമായി അതിനെ പിന്തുണയ്ക്കുന്ന ജനപ്രതിനിധികൾ, നാടിൻ്റെ വികസനമാണ് പ്രധാനമെന്നുള്ളത് കാണുന്ന ജനപ്രതിനിധികൾ, ഇപ്പോൾ ശ്രീ ബിനുവിനെ പോലുള്ള ആളുകൾ ഒരു 10-15 വർഷത്തിലധികമായി ജനപ്രതിനിധിയാണ്. ഏത് വാർഡിൽ നിന്നാലും ജയിക്കും. ജനങ്ങളുടെ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് അവർക്ക് പറയാനുള്ള ഒരു അവസരം നഷ്ടപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ട് ആ അവസരം അവർ ഉപയോഗപ്പെടുത്തുകയാണ്. ഇപ്പോൾ ഇവിടെ തന്നെ വലിയ രീതിയിൽ വിവിധ തരത്തിലുള്ള ആളുകൾ ഈ സദസ്സുമായി സഹകരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ബിനു ഉണ്ട്, അതുപോലെ തന്നെ മുൻ DCC അംഗവും KPCCയുടെ ലീഗൽ സെല്ലിൻ്റെ സംസ്ഥാന കൗൺസിൽ അംഗവുമായിട്ടുള്ള അഡ്വക്കേറ്റ് നിയാസ് സലാം കഴിഞ്ഞ UDF ഗവൺമെൻറ് കാലത്ത് മുഴുവൻ വർക്കലയിലെ പബ്ലിക് പ്രോസിക്യൂട്ടറായിരുന്ന അഡ്വക്കേറ്റ് നിയാസ് സലാം ഇന്ന് മുഖ്യമന്ത്രിയോടൊപ്പം വേദി പങ്കിടുന്നുണ്ട്. ഇന്നിപ്പോൾ KMCCയുടെ സംസ്ഥാന കൗൺസിൽ അംഗം, അതുപോലെ തന്നെ ലീഗിൻ്റെ സംസ്ഥാന കൗൺസിൽ അംഗം നൗഷാദ് ഇപ്പോൾ മുഖ്യമന്ത്രിയോടൊപ്പം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ ജീവിതത്തിൻ്റെ നാനാ തരങ്ങളിലുള്ള ആളുകൾ ഈ പരിപാടിയിൽ ഇന്ന് പങ്കെടുക്കുന്നുണ്ട്. അത് തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായിട്ടുള്ള ഒരു സന്ദർഭമാണ്. ഈ നവകേരള സദസ്സ് തലസ്ഥാന ജില്ലയിൽ 3 ദിവസമുണ്ട്. കൂടുതൽ പേർ ഈ നവകേരള സദസ്സിൽ പങ്കെടുക്കുമെന്നാണോ കരുതുന്നത്? അതെ, ഓരോ സ്ഥലത്തും നമ്മൾ അത്തരം കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ ആളുകളെ നമ്മുടെ ഈ പരിപാടിയുമായി ബന്ധിപ്പിക്കാനുള്ള നല്ല സംഘടന പ്രവർത്തനം നടക്കുന്നുണ്ട്.